എടാ ബേബി, ഈ ലോകം എത്ര സുന്ദരമാണ്. ഹലോ ഗൈസ്, അപ്പോൾ അൻസൂയ വ്ളോഗിലേക്ക് സ്വാഗതം. വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് കറങ്ങാൻ പോവാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉടുമ്പൻചോല ചെന്നു. അപ്പോഴാണ് ലിനു അച്ചാച്ചി ആടുകടന്നാൽ വഴി പോയാൽ തമിഴ്നാട് ഫുള്ള് കാണാമെന്ന് പറഞ്ഞത്. നല്ല വളഞ്ഞ പുളഞ്ഞ വഴിയും അക്കരെ നോക്കുമ്പോൾ തമിഴ്നാട് ഫുള്ളും കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെടുങ്കണ്ടം പഞ്ചായത്തിലാണ് കേട്ടോ. ഇവിടെ മാലിന്യം ഒന്നും ഇടാൻ പാടില്ല എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ തമിഴ്നാട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും വാളംപുളി കൃഷിയാണ്. അങ്ങനെ കമ്പം കൂടി മുന്തിരിത്തോട്ടം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വരെ നമ്മളെത്തി. ഇവിടെ പാസ്സൊന്നും എടുക്കണ്ട, മുന്തിരിത്തോട്ടം കയറി കാണാം. ഈ കാണുന്ന മൊത്തം മുന്തിരിത്തോട്ടം ആണ് കേട്ടോ. ഒരു വശം നിറയെ പഴുത്ത മുന്തിരിയും അപ്പുറേ വശം മുഴുവൻ പച്ച മുന്തിരിയുമാണ്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. മുന്തിരിക്കൊലകൾ കണ്ട ആർക്കായാലും ഒന്ന് പറിക്കണമെന്ന് തോന്നും. ഞങ്ങൾക്കും തോന്നി. ഇപ്പോഴാണ് കേട്ടോ അവിടെ ഒരു ബോർഡ് ശ്രദ്ധിച്ചത്. ഒരു മുന്തിരിക്കൊല പറിച്ചാൽ 500 രൂപ ഫൈൻ അടയ്ക്കണം. പെട്ടെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടുപരിചയമുള്ള 2 മുഖങ്ങൾ കണ്ടു. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ലിനു ചാച്ചിയുടെ അമ്മാവനും ആൻറ്റിയാണെന്ന് മനസ്സിലായത്. അവർ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും മുന്തിരിത്തോട്ടമൊക്കെ കണ്ട് നടന്നു വരുമ്പോൾ അവിടെ തന്നെ ഫ്രഷ് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് എല്ലാം കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി ഒന്നും കൂടി മുന്തിരിത്തോട്ടമൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞങ്ങൾ വിളവെടുക്കാറായ മുന്തിരിങ്ങയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടുന്നാണ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മുന്തിരിങ്ങ പറിക്കുന്നത്. പച്ചമുന്തിരി കണ്ടാൽ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, ഒരു പ്രദേശം മുഴുവനുണ്ട്. പച്ചക്കറി സീസണാണെങ്കിൽ പച്ചക്കറി തോട്ടവും കാണാൻ പറ്റും. ഇവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു പെട്ടി മുന്തിരിങ്ങ വാങ്ങിച്ചു. അങ്ങനെ വഴി കണ്ട കുരങ്ങന്മാർക്ക് ഇച്ചിരി മുന്തിരിങ്ങയൊക്കെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോയും വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.